Hi everyone, welcome back. Today we are going to discuss the topic deletion of variables in sensitivity analysis. Suppose we have an LPP minimize f of x equal to cx subject to the constraints ax equal to b and x greater than or equal to 0. Suppose the optimal solution of this LPP is x naught, then after obtaining this optimal solution, suppose we are deleting some variables from this x. Actually, x is equal to x1, x2, etc., xn transpose. Okay, so x1, x2, etc., xn. So suppose we are deleting some variables uh, from x1, x2, etc., xn after obtaining the optimal solution. Then what changes will be there in the optimal solution after the deletion of this variable? Now suppose that we are deleting a variable. Okay, if the deleted variable is a non-basic variable or it is a basic variable with a zero value in the optimal basis, then the original optimal solution remains unchanged. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഒരു വേരിയബിൾ ഓൾറെഡി ഉണ്ടായിരുന്ന വേരിയബിൾസ് x1, x2, എക്സെട്ര xn ഇത്രയും വേരിയബിൾസ് ഉണ്ട്. ഇതിലൊരു വേരിയബിൾ നമ്മൾ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം ആഫ്റ്റർ ഒപ്റ്റൈനിങ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ x naught. ഓക്കെ, നമ്മൾ ആ ഡിലീറ്റ് ചെയ്യുന്ന വേരിയബിൾ നോൺ ബേസിക് വേരിയബിൾ ആണെങ്കിൽ, അതായത് ഒപ്റ്റിമൽ ബേസിസിലെ, അതായത് ഒപ്റ്റിമൽ ടേബിളിലെ ബേസിക് സൊല്യൂഷൻ അല്ല, ബേസിക് വേരിയബിൾ അല്ല എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന വേരിയബിൾ സപ്പോസ് ഇറ്റ് ഈസ് നോട്ട് it is a non-basic variable in the optimal basis or it is a basic variable with a zero value, then അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തായിരിക്കും? മാറ്റം വരാതെ അത് റിമൈൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. ഓക്കെ, ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ തന്നെ മതി നമുക്ക് പുതിയ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ വാല്യൂ നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷന് മാറ്റമൊന്നും വരുത്തില്ല എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പോൾ നോൺ ബേസിക് വേരിയബിൾസിന്റെ വാല്യൂസ് ഓൾറെഡി സീറോ ആണ്. അതല്ല, ബേസിക് വേരിയബിൾ ആണെങ്കിൽ പോലും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന വേരിയബിൾ ബേസിക് വേരിയബിൾ ആണെങ്കിൽ പോലും അതിന് വാല്യൂ സീറോ ആണെങ്കിൽ അതും നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ എഫക്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് റീസൺ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന വേരിയബിൾ ബേസിക് വേരിയബിൾ ആണെന്ന് വിചാരിക്കുക വിത്ത് എ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, suppose the variable to be deleted is a basic variable with a positive value in the optimal solution. Optimal solution ഒരു പോസിറ്റീവ് വാല്യൂ ഉള്ള ഒരു ബേസിക് വേരിയബിൾ ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽ സൊല്യൂഷനിൽ ചേഞ്ച് വന്നേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുമ്പോൾ, അതായത് നമ്മൾ ഒരു ബേസിക് വേരിയബിൾ വിത്ത് പോസിറ്റീവ് വാല്യൂ ഇൻ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ, അതായത് ഒപ്റ്റിമൽ ടേബിളിലെ ഒരു ബേസിക് വേരിയബിൾ വിത്ത് എ പോസിറ്റീവ് വാല്യൂ ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു പുതിയ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒപ്റ്റിമം ടേബിളിലെ കറസ്പോണ്ടിങ് കോളം ആദ്യം ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, വി നീഡ് ടു ഡിലീറ്റ് ദി കോളം കറസ്പോണ്ടിങ് ടു ദി വേരിയബിൾ ഫ്രം ദി ഒറിജിനൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒപ്റ്റിമൽ ടേബിളിലെ കറസ്പോണ്ടിങ് കോളം നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യണം. മാത്രമല്ല, കറസ്പോണ്ടിങ് കോളം ഡിലീറ്റ് ചെയ്യുന്നതോട് കൂടെ നമുക്ക് ആ ഒരു വേരിയബിൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ബേസിക് വേരിയബിൾ ആണെന്ന് പറഞ്ഞു, അതായത് ബേസിസിലുണ്ടാവും. അപ്പോൾ ആ ബേസിസ് കോളം നമ്മൾ എന്ത് ചെയ്യേണ്ടി ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ബേസിസ് കോളത്തിലെ ആ വേരിയബിൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഉണ്ടാവുന്ന സിസ്റ്റം എന്തായിരിക്കില്ല, കാനോണിക്കൽ ഫോമുല ആയിരിക്കില്ല ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം മാത്രമല്ല, അതിൽ ഒരു നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസിൻ്റെ എണ്ണം ഒന്ന് കുറയും. കാരണം ഒരു ബേസിക് വേരിയബിൾ ആണ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. സോ നമ്പർ ഓഫ് ബേസിക് വേരിയബിൾസ് ഈസ് വൺ ലെസ്, അതായത് ഒരെണ്ണം കുറയും. ബേസിക് വേരിയബിൾസിൻ്റെ എണ്ണം ഒന്ന് കുറയും. മാത്രമല്ല, പുതിയ ഒപ്റ്റിമൽ ആ ടേബിളിൽ ഉണ്ടാകുന്ന ആ ഫോം ഉണ്ടാവില്ല, കാനോണിക്കൽ ഫോം ആവില്ല. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ വി മേ ഇൻട്രൊഡ്യൂസ് ആൻ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആൻഡ് പ്രൊസീഡ് വിത്ത് ടു ഫേസ് സിംപ്ലസ്റ്റ് മെത്തേഡ് ഓർ ബിഗർ മെത്തേഡ്. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്ക്
ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് വെച്ച് ചെയ്യാം. ആസ് ആൻ ആൾട്ടർനേറ്റീവ് we can obtain the optimal solution using the dual simplex method. Okay. അപ്പോൾ ആ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഒപ്റ്റിമൽ സൊല്യൂഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണിത്. ഒപ്റ്റിമൽ സൊല്യൂഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിമൽ ടേബിളിൽ നമ്മൾ ആദ്യം ആ ഒരു ബേസിക് വേരിയബിൾ ആണ് നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. ആ ബേസിക് വേരിയബിളിനെ റിമൂവ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് റോയിലുള്ള എല്ലാ എൻട്രീസിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യാം. ഓക്കെ. So we need to change the sign of all the entries corresponding in the corresponding row. Okay. നമ്മൾ റിമൂവ് ചെയ്യുന്ന ആ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോയിലെ എല്ലാ എൻട്രീസും നമ്മൾ നെഗറ്റീവ് കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ സൈൻ ചേഞ്ച് ചെയ്യണം. ഓക്കെ. അപ്പോൾ മാത്രമല്ല നമുക്ക് ഒരു പുതിയ വേരിയബിൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. എ ന്യൂ ബേസിക് വേരിയബിൾ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് ആ നമ്മൾ ബേസിക് വേരിയബിൾ ആണ് ഒഴിവാക്കുന്നത്. അതിന് പകരം നമ്മൾ പുതിയൊരു വേരിയബിൾ ഇപ്പോൾ എക്സ് എൻ ആണെങ്കിൽ xn+1 നമ്മൾ ഒരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഈ സിറ്റുവേഷൻ വിത്ത് കോഎഫിഷ്യന്റ് +1. ഓക്കെ. അതായിരിക്കും നമ്മുടെ പുതിയ ബേസിസ്. അപ്പോൾ ആ ഒപ്റ്റിമൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ നമ്മൾ ചേഞ്ച് വരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇങ്ങനെ ഉണ്ടാവും. ഈ ബേസിസിലെ ഒരു x1 ആണ് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറസ്പോണ്ടിങ് റോയിലെ എല്ലാ എൻട്രീസിനും എന്താവും ഒരു നെഗറ്റീവ് സൈൻ ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ഒരു നെഗറ്റീവ് വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. മാത്രമല്ല നമ്മൾ ഇവിടെ ഈ x1 പകരം നമ്മൾ വേറൊരു വേരിയബിളായിട്ട് റീപ്ലേസ് ചെയ്യും ഈ x1. അപ്പോൾ ഈ xn+1 അല്ലെങ്കിൽ xn+1 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കോളം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് pn+1 കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ from this onwards we use the dual simplex method to obtain new solution. Okay. ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഓൾറെഡി ചെയ്ത പ്രോബ്ലം തന്നെയാണ്. കൺസിഡർ ദി പ്രോബ്ലം. മിനിമൈസ് f equal to 3x1 plus 5x2 plus 2x3 subject to the constraints -x1 plus 2x2 plus 2x3 greater than or equal to 3, x1 plus 2x2 plus x3 greater than or equal to 2, and -2x1 minus x2 plus 2x3 greater than or equal to -4. And the non-negative conditions x1, x2, x3 are greater than or equal to 0. So നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള സോൾവ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണിത്. അതിൻ്റെ ഒപ്റ്റിമൽ ടേബിൾ ഇതായിരുന്നു. ഓക്കെ. So here the solution is optimal table. So optimal solution is x1 equal to 0, x2 equal to 0, x3 equal to 2, x4 equal to 1, x5 0, x6 8. This is the optimal solution and the value of f is 4. ഇതായിരുന്നു optimal solution ഉണ്ടായിരുന്നത്. Now suppose we are deleting the variable x1 എന്നുള്ള വേരിയബിൾ ആണ് ഡിലീറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ ഒപ്റ്റിമം ടേബിളിലെ ഒപ്റ്റിമൽ ബേസിസ് വരുന്ന വേരിയബിൾസ് ഇതാണ്. x3, x4, x6 ആണ് ഒപ്റ്റിമൽ ബേസിസ് വരുന്ന വേരിയബിൾസ്. So if you are deleting the variable x1, we know x1 is a non-basic variable in the optimal solution. Okay. ഒപ്റ്റിമൽ ടേബിളിലെ ഒരു നോൺ ബേസിക് വേരിയബിൾ ആണെന്ന് ഈ x1 എന്നുള്ളത്. So if you remove deleting this variable x1, there will not be any change in the optimal solution. Okay. So in this case already ഉണ്ടായിരുന്ന optimal solution remains unchanged. ആ solution തന്നെ മതി optimal solution ആയിട്ട്. Okay. Now suppose we are deleting the variable x3 എന്നുള്ള വേരിയബിൾ ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. So moving to this optimal basis, we have x3 is a basic variable. Okay. ബേസിസ് കോളത്തിലാണുള്ളത്. സോ x3 എന്താണ്? x3 ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ x3 ഒരു ബേസിക് വേരിയബിൾ ആണ് വിത്ത് എ പോസിറ്റീവ് എൻട്രി, പോസിറ്റീവ് വാല്യൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ x3 നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യും. കറസ്പോണ്ടിങ്ലി we need to change the sign of this row. ഈ റോയിലെ എല്ലാ എൻട്രീസിൻ്റെയും സൈൻ ചേഞ്ച് ചെയ്യാം. സോ ദിസ് വിൽ ബി -2, this is -1, this is -2, -1, and this is +1. Okay. So ഇവിടെ ഓൾറെഡി x1, x2, x7 വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ x6 വരെയാണ്. സോ നമുക്ക് ഇവിടെ ഒരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇൻ ദി പ്ലേസ് ഓഫ് x3. സോ ലെറ്റ് ഇറ്റ് ബി x7 ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് -2, ഇതൊക്കെ നെഗറ്റീവായി മാറി. അപ്പോൾ ഈ x7 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു p7 നമ്മളൊരു കോളം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം വിത്ത് കോഎഫിഷ്യന്റ് 1. കോഎഫിഷ്യന്റ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും, ബാക്കിയൊക്കെ 0 ആയിരിക്കും. ഓക്കെ. ഇത്തരത്തിൽ ഇതായിരിക്കും പുതിയ
ബേസിസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നമ്മൾ വീണ്ടും ചെയ്യും. വീണ്ടും ചെയ്യുന്ന നമ്മൾ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. കാരണം ഇവിടെ നെഗറ്റീവ് 2 ആണ്. അപ്പോൾ ഒരു ബി ഐ എന്താണ് നെഗറ്റീവ് ആണ്. സോ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ. സോ വി നീഡ് ടു അപ്ലൈ ദി ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ്. ഓക്കെ, ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ താഴെ പറഞ്ഞിട്ടുള്ളത്. If you delete the variable x3, which is a basic variable of the optimal table, the corresponding column p3 disappears, and from the basis column x3 also disappears. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും പോകും. കാരണം p3 x3 പോകുമ്പോൾ ഈ കോളം കൂടെ എന്താവും, എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, x3 പോകുമ്പോൾ ഇതിന് പകരം നമുക്കൊരു p7 ഇവിടെ വരും. x7 കൊടുത്തുകൊണ്ട് p7 വരും. ഓക്കെ, അപ്പോൾ ഈ ബേസിസിലെ x3 പോകും. അതുപോലെ തന്നെ ഈ കോളം corresponding to the x3, that is p3 will also be eliminated. Okay, other disappears out. Then now we change the sign of all the entries in the row corresponding to x3. അതാണ് നമ്മൾ ചെയ്തത്. Then introduce a new variable x7 with the coefficient +1. Okay, അതാണ് coefficient +1 ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ 1 എഴുതിയിട്ടുള്ളത്, ബാക്കിയൊക്കെ ഓൾറെഡി നെഗറ്റീവ് ആക്കി എന്ന് പറഞ്ഞു. Then ഒരു പുതിയ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വിത്ത് കോഎഫിഷ്യന്റ് +1 in the same row. Okay, same row യിൽ coefficient 1 ആക്കിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, treating it as a basic variable. Okay, thus we get the following table, and it can be further iterated by using dual simplex method. Okay, dual simplex method വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇവിടെ p3 നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, റിമൂവ് ചെയ്തു. ദെൻ x2 ന് പകരം x3ക്ക് പകരം x7 റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ സോ ഇതാണ് നമ്മുടെ പുതിയ ടേബിൾ. നൗ എല്ലാ ബി ഐസും എന്തല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 അല്ല, നോൺ നെഗറ്റീവ് ബി ഐ ഉള്ളത് കൊണ്ട് തന്നെ സൊല്യൂഷൻ ഈസ് നോട്ട് ഒപ്റ്റിമൽ. സോ വി നീഡ് ടു ഫർദർ അപ്ലൈ ദി ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ്. ഓക്കെ, സോ ഇതാണ് നെഗറ്റീവ് വരുന്നത്, ബി ഐ നെഗറ്റീവ് വരുന്നത് ഇതാണ്. സോ x7 വിൽ ബി ദി ഔട്ട്ഗോയിങ് വെക്റ്റർ, ഔട്ട്ഗോയിങ് വേരിയബിൾ. So to find the incoming variable, we need to find the ratio with the ratio of this with the pivot element -2, that is 1 by -2, that is -1 by 2. So first is this, and with this negative numbers വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേഷ്യോ കണ്ടുപിടിക്കുന്നത്. സോ ഈ റോയിൽ ഇത് നെഗറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്, ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് ആണ്. സോ ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റേഷ്യോ വരുന്നത് ദിസ് ഡിവൈഡ് ബൈ ദിസ്, ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ -2, ദാറ്റ് ഈസ് -1 by 2, ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ഡിവൈഡ് ബൈ -1, which is -1. So numerically least value is -1 by 2. So correspondingly x2 will be the incoming variable and x7 will be the outgoing variable. Okay, this is incoming variable. So ഇത് വെച്ചിട്ട് നമുക്ക് ഓൾറെഡി അറിയുന്ന രൂപത്തിൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ടേബിൾ ഐറ്ററേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ഐറ്ററേഷൻ ചെയ്ത് കഴിഞ്ഞാൽ we get this. So we replace x7 by x2 and x4 x6 will be here. Then also -1 is here, so b2 is less than 0, so solution is not optimal. We repeat the process of dual simplex method here. So x4 will be outgoing variable, and to find incoming variable the only negative value is here. So x5 will be the incoming variable. For finding this 5 by 2 divided by -1, this is 5 by 2. There is only one negative number here, so x5 will be the incoming variable. Okay, then the next iteration will be this. In this iteration we get all the bi's are greater than or equal to 0, so all bi greater than or equal to 0, so solution is optimal, and the optimal solution is x1 equal to 0, x2 equal to 3 by 2, x2 x3 equal to 0, x4 equal to 0, x5 equal to 1, x6 equal to 5 by 2, and the optimal value of the objective function is 15 by 2. Okay, thank you.